ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര നമ്മുടെ വിജയശങ്കറിൻ്റെ ജൂനിയർ വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അറിയുന്നുണ്ട്. കോടതിയിൽ നടക്കുന്നതെല്ലാം എനിക്ക് അപ്പോൾ തന്നെ അറിയിക്കണം. തനിക്ക് ആ കോടതി മുറിയിൽ ഫോണൊന്ന് ഓണാക്കി വെക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ മാഡം, അത് പറ്റില്ല, മാഡത്തിനൊന്ന് നേരിട്ട് വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ നേരിൽ വരുന്നൊന്നുമില്ല, എനിക്കവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാനൊരു ആകാംക്ഷ. ആ അർച്ചനയെ പൊളിച്ചടക്കുന്നതൊന്ന് കാണണം, കേൾക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ മേഡം നേരിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അയ്യോ എനിക്ക് പറ്റില്ല, താനൊന്ന് ഫോണൊന്ന് റെക്കോർഡിങ് ഓണാക്കി വെച്ചാൽ മതി, ഞാൻ ഇവിടെ കേട്ടിട്ടിരുന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അയ്യോ മാഡം, അത് ശരിയല്ല, കാരണം കോടതി എന്നെ പുറത്താക്കും, ഒരിക്കലും അത് പുറത്ത് വിടരുത് എന്നൊക്കെയാണ് നിയമം. പിന്നെ അത് വിജയശങ്കർ സാറിനും കൂടെ മോശം ആവുമെന്നൊക്കെ പറഞ്ഞിട്ട്, ശരി എങ്കിൽ വേണ്ട, താൻ എന്തായാലും അവിടെ നടക്കുന്നത് തന്നെ അപ്പോൾ തന്നെ അറിയിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കോടതിയിൽ ആ കേസ് വരുന്നുണ്ട്. ഗീതുവിനെ കൂട്ടി നമ്മുടെ അർച്ചന കോടതി മുറിയിലേക്ക് വരുന്നുണ്ട്. കൂടാതെ ആ പ്രതികളായ പയ്യന്മാരും ഉണ്ട്, നമ്മുടെ വിജയശങ്കർ വക്കീലുണ്ട്. അതിന് നമ്മുടെ ഗീതു വാദിക്കാൻ തുടങ്ങുന്നുണ്ട്. സ്ത്രീ പീഡിക്കപ്പെട്ടതിനും അതുപോലെ തന്നെ അതിൽ ഓരോ പഴുതുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ആ ആഭാസന്മാർക്കെതിരെയും നല്ലോണം തന്നെ വായികീറി പറയുന്നുണ്ട് നമ്മുടെ അർച്ചന. അർച്ചനയുടെ ഓരോ പെർഫോമൻസും കണ്ട് എല്ലാവരും അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിജയശങ്കർ ആണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളും മെനഞ്ഞ് ഇത് വെറും കെട്ടുകഥകളാണ്, ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെയൊരു കേസ് കൊണ്ടുവന്നിട്ടുള്ളത്, ആ അർച്ചനയ്ക്ക് വെറും ഒരു പ്രഹസനമാണ് ഇത്, സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ കയ്യടി നേടാനായിട്ട് മെനഞ്ഞെടുത്ത കേസാണ് എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ വാദിക്കാനായിട്ട് വിജയശങ്കർ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ അർച്ചന പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, അതിനുള്ള വ്യക്തമായ തെളിവുകളും രേഖകളും എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ വിജയശങ്കർ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല, ഈ കുട്ടിയെ പീഡിപ്പിക്കാനായിട്ടല്ല എൻ്റെ പ്രതികൾ അവിടേക്ക് ചെന്നിട്ടുള്ളത്, അവർ രാത്രി ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്. കൂടാതെ അവരുടെ കാറ് കംപ്ലൈൻ്റ് ആയിരുന്നു, ഇടയിൽ നിർത്തിക്കൊണ്ടാണ് അവർ ആ കാർ ഓടിച്ചുകൊണ്ട് പോയത് തന്നെ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലായിരുന്നു ഈ പെൺകുട്ടി നിന്നവിടെ അവർക്ക് എത്തിപ്പെടേണ്ടി വന്നത്. കൂടാതെ ഈ കുട്ടി പീഡിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ, എന്ത് തെളിവാണ് അതിനുള്ളത്? ശാരീരികമായിട്ട് പീഡിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ആ ഡോക്ടർ റെക്കോർഡൊന്ന് കാണിക്ക്. ആശുപത്രിയിൽ കിടന്ന് 2 ദിവസത്തെ സുഖവാസം കഴിഞ്ഞ് ആ കുട്ടി വീട്ടിലേക്ക് പോയി. അത്ര ക്രൂരമായി പീഡിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് കിട്ടും? അപ്പോൾ അത് വെറും കെട്ടുകഥയാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, അങ്ങനെയല്ല, ഒരിക്കലും അല്ല, ഈ സാറ് പറയുന്നതൊക്കെ നുണയാണ്, ഞാൻ ശരിക്കും അനുഭവിച്ചതാണ്, എന്നെ ഇവർ ശാരീരികമായി ഒരുപാട് ഉപദ്രവിച്ചു, ഇവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ജഡ്ജി പോലീസിനോട് ചോദിക്കുന്നുണ്ട്, ഇവരെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് CI പറയുന്നുണ്ട്, ബാക്കിയുള്ള ആ 2 പയ്യന്മാർ കുറച്ച് അടിപിടി കേസിലൊക്കെ പ്രതികളാണ്, ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജഡ്ജി ചോദിക്കുന്നുണ്ട്, ആ 1-ാം പ്രതിയായ അക്ഷയിൻ്റെയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഒന്നും മിണ്ടുന്നില്ല CI. അത് സാർ, ആ പയ്യനൊരു മുന്നൊരു കേസിൽ ഇതുപോലെ ഒന്ന് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആരും അതിനെതിരെ പരാതി കൊടുക്കാത്തത് കൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോയിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ അർച്ചന പറയുന്നുണ്ട്, കണ്ടില്ലേ സാർ, ഇതാണ് പണവും പ്രതാപവും ഉപയോഗിച്ച് അവർ പല കേസുകളിൽ നിന്നും ഇതുപോലെ ഊരിപ്പോരാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ കേസിലും അവർ അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് ഇവിടെ പ്രതിഭാഗം വക്കീൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എന്നൊക്കെ പറഞ്ഞ് അവിടെ തെളിയിക്കുന്നുണ്ട് നമ്മുടെ അർച്ചന. ആ സമയത്ത് അക്ഷയോട് ചോദിക്കുന്നുണ്ട് ജഡ്ജ്, താൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട്. ഞാൻ മദ്യപിക്കാറൊന്നുമില്ല എന്നൊക്കെ കള്ളം പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ നിങ്ങളുടെ കാറിൽ ആ മദ്യത്തിൻ്റെ കുപ്പി വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഫ്രണ്ട്സ് കുടിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാറ് ബാറാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ നിരപരാധിയാണ്, എന്നെ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അവൻ കൈകൂപ്പി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ നമ്മുടെ ഗീതുവിനെ ചോദ്യം ചെയ്യാനായിട്ട് വിജയശങ്കർ വരുന്നുണ്ട്. തൻ്റെ കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, അയാൾ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അത് രാജീവേട്ടൻ, എന്നെ ഇവരെ ഉപദ്രവിക്കുന്ന സമയത്ത് രാജീവേട്ടനെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു, രാജീവേട്ടൻ ഓടി മറയുക ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അർച്ചന പറയുന്നുണ്ട്, അതെ സാർ, ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന സമയത്ത് തൻ്റെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പയ്യന്മാർ അയാളെ കൂടി ഉപദ്രവിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വിജയശങ്കർ പറയുന്നുണ്ട്, ആ ശരി, ഉപദ്രവിച്ചു എന്ന് വെച്ച് അവൻ ഏത് ഹോസ്പിറ്റലിലാണ് പോയി അഡ്മിറ്റ് ആയിട്ടുള്ളത്? അവൻ എവിടെയും പോയി അഡ്മിറ്റ് ആയിട്ടില്ല,
അവൻ സുഖമായി ആ രാത്രി വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഇപ്പോൾ സുഖവാസ ജീവിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ആ കോടതിക്ക് മുന്നിൽ തന്നെ വിജയശങ്കർ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു ഉത്തരം പറയാൻ കഴിയാതെ ഗീതുവും അതുപോലെ തന്നെ അർച്ചനയും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. കാരണം സ്വന്തം ഭർത്താവിൻ്റെ മൊഴി പോലും നമ്മുടെ ഗീതുവിന് അനുയോജ്യമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ആ കേസ് ഒരു രീതിയിലും എത്തിപ്പെടാതെ ഇങ്ങനെ പോകുന്നുണ്ട്. കാരണം ഇവർ നുണ പറയുകയാണ് എന്നുള്ള രീതിയിൽ കോടതിയിൽ വാദിച്ച് ജയിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് വിജയശങ്കർ. എൻ്റെ പ്രതികൾ വെറും പാവങ്ങളാണ്, അവരെ ഇതിൽ അനാവശ്യമായിട്ട് വലിച്ചഴയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയുള്ള ഇത് വിജയശങ്കർ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കേസിന് പ്രത്യേകിച്ചൊരു തീരുമാനങ്ങളോ സാക്ഷികളോ മൊഴികളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഇനി വരുന്ന 9 തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ജഡ്ജ്. അങ്ങനെ വിജയശങ്കറിന് എന്തോ പാതി ജയിച്ചൊരു ഫീലോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ ഗീതുവിനെയും കൂട്ടി അർച്ചനയും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഗീതു, നീ ഒരു രീതിയിലും വിഷമിക്കേണ്ട, ഇനിയും ഉണ്ടല്ലോ, നമുക്കിത് തെളിയിക്കാം, നമുക്കിത് വാദിക്കാം, നീ പേടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല ചേച്ചി, എനിക്ക് വയ്യ, എൻ്റെ ഭർത്താവിൻ്റെ മൊഴി ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പിടിച്ചു നിന്നേനെ, പക്ഷെ അദ്ദേഹം കൂടെ എൻ്റെ കൂടെ ഇല്ല, അദ്ദേഹമാണ് ഇത് കണ്ട ഏക സാക്ഷി, ഏക വ്യക്തി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ ഞാൻ വഴിയൊരുക്കിക്കോളാം, നീ പേടിക്കേണ്ട, നീ വീട്ടിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് വസുമതിയെയും അതുപോലെ തന്നെ സുരേഷിനെയും അവളെ ഏൽപ്പിക്കുന്നുണ്ട്. പിന്നീട് രണ്ടും കൽപ്പിച്ച് നമ്മുടെ വിജയശങ്കറിനെ കാണാനായിട്ട് വിജയശങ്കറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് വിജയശങ്കർ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട്. ആ കേസ് ഏറെക്കുറെ ജയിക്കുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. കേട്ട് ദേഷ്യം വന്നിട്ട് വരുന്നുണ്ട് അർച്ചന. അങ്ങനെ അർച്ചനയെ ഒന്ന് ചൊടിപ്പിക്കാനായിട്ട് തന്നെ വിജയശങ്കർ പറയുന്നുണ്ട്. ഓരോരുത്തർ LLB പാസ്സായതും നേരെ വക്കീലാവാൻ വന്നിരിക്കുക, ഒരു ബുദ്ധിയും ബോധവും ഇല്ലാതെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ അർച്ചനയെ കുത്തി പറയുന്നുണ്ട്. ഇതിലെന്തായാലും വിജയശങ്കറിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന, നിങ്ങൾക്ക് എന്താ ബോധമില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. 2 പെൺകുട്ടികളുടെ അച്ഛനല്ലേ നിങ്ങൾ, ആ പെൺകുട്ടി എത്രത്തോളം പീഡിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തനിക്ക് നന്നായിട്ട് അറിയാം, എന്നിട്ട് പോലും അവരെ സഹായിക്കാതെ ഇങ്ങനെ ആ പ്രതികളെയാണല്ലോ താൻ കൂട്ടുപിടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് എൻ്റെ ജോലി, അതാണ്, തനിക്കിതിൻ്റെ ലോജിക്ക് അറിയാത്തത് കൊണ്ടാണ്, പ്രൊഫഷണലിസം അത് തനിക്കറിയില്ലല്ലോ, LLB പാസ്സായി നേരെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ പുച്ഛിക്കുന്നുണ്ട്. അതെ, പ്രതിഭാഗം വക്കീലാകുമ്പോൾ അവർക്ക് അനുകൂലമായിട്ട് എനിക്ക് പറയാനും അവരെ ആ കേസിൽ നിന്ന് രക്ഷിക്കാനാണ് എൻ്റെ ജോലി. എനിക്കപ്പോൾ വാദിച്ച് ജയിക്കേ പറ്റൂ, അവർക്ക് അനുകൂലമായിട്ട് ഞാൻ പറഞ്ഞേ പറ്റൂ, അത് എൻ്റെ ജോലിയാണ്, ഞാൻ ഇത്രയും കാലം എക്സ്പീരിയൻസ് ചെയ്തതും അത് തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട്, എന്നാലും നിയമം സാധുക്കളെ രക്ഷിക്കാനുള്ളതാണ്, എല്ലാം ശിക്ഷിക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് വിജയശങ്കർ പറയുന്നുണ്ട്. അങ്ങനെ അർച്ചന പറയുന്നുണ്ട്, എന്തായാലും തൻ്റേത് താൽക്കാലിക വിജയമാണെന്നൊന്നും കരുതണ്ട, ഇതൊന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്നുമില്ല, ഞാൻ തന്നെ ഇതിൽ വിജയിക്കും, ഞാൻ ആ പെൺകുട്ടിക്ക് നീതി വാങ്ങി കൊടുക്കുമെന്ന് അർച്ചന രണ്ടും കൽപ്പിച്ച് പറയുന്നുണ്ട്. ആ കാണാം നീ എന്താ അവിടെ ചെയ്തു കൂട്ടാൻ പോകുന്നത് എന്ന്. നിൻ്റെ മുന്നിൽ തോറ്റുതരാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല, നീ ഏതൊക്കെ രീതിയിൽ പോരാടി നോക്കിയാലും അതിൻ്റെ അവസാന വിജയം അത് എനിക്ക് തന്നെയായിരിക്കും. നിനക്കിത് കേസ് നടത്തിയിട്ടും അതുപോലെ തന്നെ കേസ് വാദിച്ചും ജയിച്ചിട്ടൊന്നും നിനക്ക് പരിചയമില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കും ആദ്യമായിട്ട് കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടാണ് നിങ്ങൾ വാദിച്ചിട്ടുണ്ടായിരുന്നത്, കുറേ കാലങ്ങൾ കഴിഞ്ഞല്ലേ ഇപ്പോൾ നിങ്ങൾ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ എൻ്റെ തുടക്കം, അത് ഞാൻ എൻ്റെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്, അത് എൻ്റെ കൂടെ ഉണ്ടാകും, ഞാനതിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് മുന്നായിട്ട് നിങ്ങളെ ഒന്ന് കാണാനായിട്ട് വന്നതാ, ഇത് കേസ് ജയിച്ചു കഴിഞ്ഞും ഇതുപോലെ ഒന്ന് കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. നല്ലതായി, ആത്മവിശ്വാസം നല്ലതാണ് തോൽക്കുന്നതിന് മുമ്പുള്ളത്. എന്തായാലും നമുക്ക് ഈ കേസിന് ശേഷം ഒന്ന് കാണാം, അപ്പോൾ ആരാ ചിരിക്കുന്നത് ആരാ കരയുന്നത് എന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് അവളെ പുച്ഛിക്കുന്നുണ്ട്. പിന്നീട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ മഞ്ജുവും രമ്യയും കൂടെ സംസാരിക്കുന്നുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, ഈ ചേച്ചിക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട് ഈ കേസ് ഏറ്റെടുക്കാനായിട്ട്, ആ പ്രതികൾ വലിയ പുള്ളികളാണ്, വിജയശങ്കറിനെ വെറുതെ ഒന്നുമല്ല അവർ വെച്ചിട്ടുള്ളത്, നല്ല പൈസ കൊടുത്തിട്ടുണ്ടാകും. ഈ ചേച്ചിക്കാണെന്നുണ്ടെങ്കിലോ ഒന്നിനുമില്ലാത്ത, ആ പെൺകുട്ടിക്ക് ഒരു സപ്പോർട്ട് പോലുമില്ല, ആര് ഈ കേസ് വാദിക്കുന്നതിന് പൈസ കൊടുക്കാനാണ്, വെറുതെ ആ കേസ് ഏറ്റെടുത്ത് നാണം കെടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് തനിക്കെന്താ ചേച്ചി, ഇത് വിജയശങ്കറിന് എതിരായിട്ട് പോരാടാൻ വേണ്ടിയിട്ടോ അയാളെ തകർക്കാൻ വേണ്ടിയിട്ടോ അല്ല ഈ കേസ് ഏറ്റെടുത്തിട്ടുള്ളത്, കൂടാതെ പൈസയ്ക്കും വേണ്ടിയല്ല, ആ കുട്ടിക്ക് നീതി കിട്ടണം, നമ്മളെപ്പോലെ ഒരു പെൺകുട്ടി തന്നെയല്ലേ ആ ഗീതവും, അവൾക്ക് നീതി വാങ്ങി കൊടുക്കണം, അതുമാത്രമേ ചേച്ചിയുടെ ലക്ഷ്യമുള്ളതൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇത് കുറച്ച് കൂടിപ്പോയി എന്നൊക്കെയുള്ള രീതിയിൽ, തോൽക്കണം എന്നൊക്കെയുള്ള രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട്. ഇതൊക്കെ മാറി നിന്ന് നമ്മുടെ അച്ചു കേൾക്കുന്നുണ്ട്. അച്ചു വന്ന് മാറി നിന്ന് അനന്തം കേൾക്കുന്നുണ്ട്. അനന്തം വന്ന് പറയുന്നുണ്ട്, നിനക്ക് എന്താ പ്രശ്നം മഞ്ജു, ചേച്ചി തോൽക്കണമെന്നാണോ ജയിക്കണമെന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യേ അനന്തേട്ട, അങ്ങനെയല്ല, എനിക്ക് ചേച്ചി ജയിക്കണമെന്ന് തന്നെയാണ്, പക്ഷേ വിജയശങ്കറല്ലേ, അതാണ് എനിക്ക് പേടി എന്നൊക്കെ പറയുന്നുണ്ട്. വിജയശങ്കർ ആണെങ്കിൽ എന്താ, വിജയശങ്കറിന് 2 കൊമ്പുണ്ടോ,
നിയമത്തിന് മുന്നിൽ ഏതാ ശരി തെറ്റെന്ന് ബോധിപ്പിച്ചാൽ അത് ആർക്കും അനുകൂലമായി അത് നിൽക്കും. അല്ലാണ്ട് വിജയശങ്കറിനെ പേടിച്ച് എൻ്റെ ചേച്ചി മാറി നിൽക്കില്ല. വിജയശങ്കർ ഉണ്ടെങ്കിലും ശരിയും ഇല്ലെങ്കിലും ശരിയും എൻ്റെ ചേച്ചി നീതിക്ക് വേണ്ടി പോരാടും. നിയമത്തിന് മുന്നിൽ അത് തെളിയിക്കുക തന്നെ ചെയ്യും. അത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇനി നീയായിട്ട് അത് തല്ലിക്കെടുത്താനായിട്ട് വരണ്ട എന്നൊക്കെയുള്ള രീതിയിൽ മഞ്ജുവിനെ ശാസിക്കുന്നുണ്ട് അനന്ത്.